കണ്ടായിരുന്നോ? എമ്പുരാൻ കണ്ടോ? എങ്ങനെയുണ്ട് പടം? പടം വിവാദമായി നിൽക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ പറഞ്ഞാലും പ്രശ്നമാകും. ബിക്കോസ് അത് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരാളുടെ മൗലികമായ അവകാശമാണ്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ്. പക്ഷെ ബോധപൂർവ്വം നമ്മുടെ രാജ്യം, നമ്മളിപ്പോൾ പാർട്ടിയോ അല്ല അങ്ങനെയൊന്നുമല്ല, നമ്മൾ ജീവിക്കുന്ന ഭാരതത്തിന് ഒരു മുറിവേൽക്കുന്ന സാധനം ബോധപൂർവം ചെയ്താൽ, പർപ്പസ്ഫുള്ളി ചെയ്യുമ്പോൾ സിനിമയായാലും നാടകമായാലും അതിനുവേണ്ടി മാത്രം. കാരണം യങ് ജനറേഷനെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ചോദിക്കും നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പടം എടുത്ത് എല്ലാവരും യേശു മാർപ്പാപ്പയൊക്കെയായിട്ട് മാറുന്നു, അങ്ങനെയൊന്നുമില്ല. നല്ലതും വരുന്നുണ്ട്, ചീത്തയും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന ജനറേഷനിൽ പുതിയ കുട്ടികൾക്കൊക്കെ വയലൻസ് ആയാലും സെക്സ് ആയാലും ഡ്രഗ് ആയാലും ഇതെല്ലാമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അതിനൊരു ഹീറോ പരിവേഷം കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഇതിനകത്ത് തന്നെ ചെറിയ നായകനായിട്ട് ആ പയ്യൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന പയ്യൻ പോകുന്നത് ലഷ്കർ-എ തോയ്ബയുടെ ട്രെയിനിങ് ക്യാമ്പിലേക്കാണ്. അപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകുന്നു. അവനൊരു വീരപരിവേഷം കൊടുത്ത് നമ്മൾ താളാത്മകമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റേതായ ഒരു കോൺസിക്വൻസ് സൊസൈറ്റിയിൽ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ അതൊരു റിലീജിയസ് എനിമിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് തോന്നും. അത് സമൂഹത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഒരാൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ പല കാര്യങ്ങളും വെച്ച് സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അത് ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ സിനിമ ഒരുപാട് പേരുടെ കൂട്ടായ പരിശ്രമമാണ്. സിനിമ എപ്പോഴും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നമ്മളൊക്കെ. നമ്മുടെ ചോറാണ് സിനിമ. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണാതെ സിനിമ ബാൻ ചെയ്യണം അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. പക്ഷേ ഇനി അവർ ചെയ്യുമ്പോൾ അവർക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ 24 സ്ഥലത്ത് അവർ 24 സ്ഥലത്ത് അവർ കട്ട് ചെയ്തു, പലതും മ്യൂട്ട് ചെയ്തു, പല സീൻസ് മാറ്റി, NIA ബോർഡ് മാറ്റുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പർപ്പസ്ഫുള്ളി ചെയ്ത പലതും മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബജ്രംഗി എന്നുള്ള പേര് മാറ്റിയിട്ട് വീണ്ടും ബൽരാജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവുമല്ലോ 24 ഭാഗത്ത് എൻ്റെ രാജ്യത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളുണ്ട്, അതിനെ മതവൈര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ വർഗീയത കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി അവരെടുത്തൊരു പ്രിക്കോഷൻ, അല്ലെങ്കിൽ അവർക്ക് തെറ്റിദ്ധരുത്തണമെന്ന് തോന്നിയാലും അഭിനന്ദനങ്ങൾ. കാരണം ആ ക്രോസിന് പിന്നെ അവരെടുത്തിരിക്കുന്ന ഒരു എഫേർട്ട് ഇപ്പോൾ നമ്മുടെ സിനിമ ടെക്നിക്കലിയൊക്കെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനകത്ത് ഹോളിവുഡ് സ്റ്റാഴ്സിനൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത നല്ലൊരു സിനിമയാണ്. പക്ഷേ ആ നല്ല സിനിമയുടെ അകത്ത് നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മുടെ രാജ്യത്തെ നമ്മൾ തന്നെ ലോകത്തിന് മുന്നിൽ വളരെ ഇടിച്ചു താഴ്ത്തുന്ന രീതിയിലേക്ക് സിനിമ വരുമ്പോൾ, ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സിനിമയിൽ പോരായ്മകളുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത് ഹട്ട് ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരെയാണ്. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയം വെച്ചിട്ടില്ല.